ഹലോ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ജിജിനേന്റെ വീട്ടിൽ പോയ സമയത്ത് അവളെ വീടിന്റെ അടുത്തുള്ള ഒരു റിസോർട്ട് വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവളെ വീട്ടിൽ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരേ ഉള്ളൂ. അപ്പൊ ഇതിനു മുമ്പ് അവള് പോയ സമയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി റിസോർട്ടാണ്, വെറുതെ പോയിരിക്കാനൊക്കെ നല്ല രസമാണ് കേട്ടോ. അപ്പൊ വിചാരിച്ചു നമ്മൾ ഏതായാലും അവളെ വീട് വരെ പോയതാണല്ലോ, അപ്പൊ അതും കൂടി ഒന്ന് കണ്ടിട്ട് വരാ വിചാരിച്ചു നമ്മൾ 3 പേരും കൂടി 2 വീലറിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നമുക്കൊരു വയനാടൻ ചുരമൊക്കെ കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. ഫുള്ള് വളവ് തിരിഞ്ഞിട്ടൊക്കെയാണ്. പിന്നെ ചുറ്റിനും എന്താ പറയുക, 2 സൈഡ് റബ്ബർ മരങ്ങളൊക്കെ ആയിട്ട് നല്ല തണുപ്പും നല്ല സുഖവും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുള്ളൊരു വഴിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. മരങ്ങളാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിതാ ഭവാനി റിസോർട്ട് എന്നാണ് കേട്ടോ പേര്. പാർക്കിംഗ് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, കാറിനായാലും ബൈക്കിനായാലും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ എൻട്രി ഫീസ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. മൊത്തത്തിലൊരു പോസിറ്റീവ് എനർജിയാണ് കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം പോവുകയാണ്, പക്ഷെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിലൊരു പച്ചപ്പ് പോലെയാണ് കേട്ടോ, പ്ലാവും മാവും അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. സപ്പോട്ടേൻ്റെ ഒക്കെ ഒരുപാട് മരമുണ്ട് കേട്ടോ, നിറച്ച് കായൊക്കെ വന്നിട്ടുണ്ട് അതിൽ. അതുപോലെ മാവൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ പൂത്ത് നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. താമരയുടെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ പൂവൊക്കെ പിടിച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓരോരോ റൂമൊക്കെ പോലെയാണ് കേട്ടോ, നമുക്ക് അവിടെയൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. പിന്നെ അവിടെ തന്നെ 2 ഹോട്ടൽ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇവിടെ. പിന്നെ നമുക്ക് അവർ ഫുഡിനുള്ള കാര്യങ്ങൾ, കൃഷി കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ തന്നെ എടുത്തിട്ടാണ് അവർ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഗോശാലേൻ്റെയും ഇവരുടെ കൃഷീൻ്റെ അവിടെയൊക്കെ എന്തൊക്കെയോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു ഇപ്പോൾ കേട്ടോ. അതുകൊണ്ട് അങ്ങോട്ട് ഇപ്പോൾ എൻട്രി ഇല്ല തൽക്കാലം, അവിടെ അടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞു കണ്ണിമാങ്ങയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ കുറച്ച് സമയം ഇരുന്ന് അവിടെ നിന്ന് ഒരു കാപ്പിയും അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സ്വാദുണ്ട് കേട്ടോ, കാപ്പിയാണെങ്കിലും പഴംപൊരിക്കാണെങ്കിലും നല്ല സ്വാദുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്കൊരു ബർത്ത്ഡേ ഫംഗ്ഷൻ ആയാലും അതുപോലെ തന്നെ ഗെറ്റ് ടുഗദർ, ആനിവേഴ്സറി ഫംഗ്ഷൻ, ഇതൊക്കെ നടത്താൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഫുഡ് കാര്യങ്ങളൊക്കെ നേരത്തെ ഇവരോട് ഓർഡർ ചെയ്താൽ മതിയെന്ന് തോന്നുന്നു, അതൊക്കെ അവിടെ ഓക്കെയാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഒഴിച്ചിൽ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, യോഗശാല കണ്ടില്ലേ, ഗോശാല എല്ലാം ഉണ്ട് കേട്ടോ. കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് സമയം ചില്ല് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാണപ്പുഴ റോഡിലാണ് കേട്ടോ, നമ്മുടെ ചുടലയ്ക്ക് എത്തുന്ന ആ വഴിയാണ് വരുന്നത്.